പോരാ, എനിക്ക് മതിയായിട്ടില്ല. എന്നോടുള്ള കളി എന്റെ കുടുംബത്തോട് വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്റെ അച്ഛനെയും ചേട്ടന്മാരും കയറി തൊട്ടു. അതും നോക്കി ഞാൻ മറയത്ത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന കരുതിയോള നീ. ഇനി നിന്റെ കൈ പൊങ്ങിയ നീ മാത്രമല്ല, വീട്ടിലുള്ള നിന്റെ അനിയനും അളിയനും കൂടി ഇല്ലാതെയാവും. നിന്റെ ഭാര്യ അടക്കം 3 പെണ്ണുങ്ങൾ വിധവയാവും. ആണുങ്ങൾ തമ്മിൽ അടിക്കുമ്പോ അനുഭവിക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങൾ കൂടിയാണ് നായ. ഇനി സർവീസിലിരിക്കാൻ നീ യോഗ്യനല്ല. ഒടിഞ്ഞ കഴുത്തുമായിട്ട് ഒരു ഇൻസ്പെക്ടർ സർവീസിൽ ഹലോ, നിങ്ങൾ ഇറങ്ങിയോ? അത് ഇനി വൈകണ്ട. ഏട്ടനും ഏട്ടത്തെയും കൂടി സിനിമയ്ക്ക് പോയി. 11 മണിയുടെ ഷോ ആയതുകൊണ്ട് 2 മണിയെങ്കിലും ആവും തിരിച്ചെത്താൻ. അതിനുള്ളിൽ വിക്രമിനെ അവിടെ എത്തിക്കണം. അതിന് വിക്രം ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? വേദയുടെ ഫോൺ വന്ന് കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് കാറിന്റെ ചാവി വാങ്ങി പോയതാ. ഇപ്പൊ തിരിച്ചു വരാന്ന് പറഞ്ഞാ പോയത്. എന്ത് പണിയാ ഈശ്വരൻ നീ കാണിച്ചത്? എന്തിനാ പറഞ്ഞയച്ചത്? എന്നോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടിട്ടാ. പറ്റില്ല എന്ന് പറഞ്ഞാലും നിൽക്കുന്നൊരു സ്വഭാവം അല്ലാന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? പോയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ലെന്ന് കണിശമായിട്ട് പറഞ്ഞു. നാളെ ഒരുപക്ഷെ എനിക്ക് വരെ കുഴപ്പമുണ്ടാകുന്നു. അത് ഒഴിവാക്കാൻ പോയേ പറ്റൂന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഇതാ വരുന്നുണ്ട് കേട്ടോ. അതെയോ? എന്നാ വേഗം പുറപ്പെട്ടോ. ശരി, ഞാൻ അവിടെ എത്തുമ്പോ വിളിക്കാം. ശരി. ഇതെന്താ മുറിവ്? അത് സാരല്ലേ, നമുക്ക് പോവാം. ഈ മുറിവ് വെച്ചോണ്ടോ? ഞാൻ ഡ്രസ് ചെയ്ത് തരാം. വേഗം വാ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരിക്കാം. ഞാൻ മരുന്നുമായിട്ട് വരാം. ഇരിക്കാം. ഇരുന്നോ, സൂക്ഷിക്കണേ. അതെ, ഞാൻ മനഃപൂർവ്വം അകത്തേക്ക് വരാതിരുന്നതാ. ഇനി കാറിന്റെ ശബ്ദം കേട്ട് പ്രശ്നം എവിടാന്ന് വെച്ചു. അതെ, കുഴപ്പമില്ല. നിനക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ? നീ ധൈര്യമായിട്ട് വെക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. നാളെ ഡ്രസ് ചെയ്യാനുള്ള മരുന്ന് ഇതിലുണ്ട്. നീ വിളിക്കാം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ചെല്ല. നല്ല വേദനയുണ്ടല്ലേ? അല്ല, ഈ കൈ എങ്ങനെ പറഞ്ഞു? ഹലോ ഇഷിത. വിക്രത്തിന്റെ കാലിലെ ബാൻഡേജ് അഴിച്ച് സ്റ്റിച്ചിന് കുഴപ്പമുണ്ടോ നോക്കണം. ഞാൻ തന്ന കവറില് മരുന്നും പഞ്ഞിയും സിസേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ശരി, നോക്കിക്കോളാം. ഒന്ന് മരുന്ന് പുരട്ടി ഡ്രസ് ചെയ്തേക്ക്. നാളെ കഴിഞ്ഞ് ഞാൻ നിന്നെ കാണാനെന്നുള്ള മട്ടിൽ അങ്ങോട്ട് വരാം. ശരി. ഓക്കെ ഡി, ഹാവ് എ ഗുഡ് ടൈം. ഹാവ് എ ഗുഡ് ടൈം എന്ന് ഇഷിതയുടെ ആശംസ. നല്ല ബെസ്റ്റ് ടൈം അല്ലെ? മുറിവിന്ന് ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. ഒന്ന് അഴിച്ച് ഡ്രസ് ചെയ്യണം. ഞാനിന്ന് പുറത്തുപോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഇട്ട് നാറിയിരിക്കണ്ടല്ലോ. ആരും കണ്ടില്ലല്ലോ. പിന്നെന്താ, പണ്ട് എന്റെ മുറിയിലേക്ക് ആരും വരാറില്ല. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ചു. ഇത് ഇളകിയിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ കൈമുറിഞ്ഞത്? കുത്തുകൊള്ളാതിരിക്കാൻ പിടിച്ചതാ. പേടിക്കണ്ട, ഇനി അവനെ കൊണ്ട് അച്ഛനും ചേട്ടന്മാർക്ക് ശല്യം ഉണ്ടാവില്ല. വിക്രം ഇൻസ്പെക്ടറായിട്ട് വഴക്കുണ്ടാക്കിയോ? പിടികൊടുക്കാതെ സുരക്ഷിതമായിട്ട് മറിഞ്ഞിരിക്കണമെങ്കിൽ അവന്റെ ശല്യം അവസാനിപ്പിക്കണം തോന്നി. അല്ലെങ്കിൽ അവൻ നാളെ അമ്മയുടെ ഏട്ടത്തിമാരുടെ നേർക്കായിരിക്കും ചെല്ലുക. എന്നിട്ട് എന്ത് ചെയ്തു? പേടിക്കണ്ട, മരിച്ചിട്ടില്ല. ഒരു വിധത്തിലും ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കുമ്പോ വിക്രം വീണ്ടും വീണ്ടും കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണോ? എനിക്ക് മാത്രം രക്ഷപ്പെട്ട പോരല്ലോ, കുടുംബത്തിലുള്ളവരുടെ നേരെ അവൻ ചെന്ന നോക്കിയിരിക്കാൻ പറ്റുമോ? അച്ഛനെ തല്ലി നിറഞ്ഞപ്പോ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. താൻ എന്നോട് ക്ഷമിക്കാം. ആ കൈ ഇങ്ങനെ ഡോക്ടർ മരുന്ന് പുരട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ഉണ്ടോ? ഇല്ല. നോക്കട്ടെ. താൻ പിണക്കത്തിലാണോ? ഞാനിതിന് പിണങ്ങണം. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട്. അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് അച്ഛന് പോലും നിങ്ങളെ തടയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടെന്തിനാ? ചിലത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവിതം മുഴുവൻ സ്വസ്ഥത ഉണ്ടാവില്ല. പേപ്പട്ടി പിന്തുടരുന്നത് പോലെ അത് പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഒന്നിനെ അവസാനിപ്പിച്ചതുകൊണ്ട് അതില്ലാതാവുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തേക്കുമായി എല്ലാം അവസാനിപ്പിക്കണമെന്ന് കരുതാതെയല്ലോ. കരുതിയ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനും കഴിയണം. വിക്രത്തിന് അതാവില്ല. താനിങ്ങനെ സംസാരിക്കല്ലേ, എനിക്കെന്തോ വല്ലാതെ പോലെ തോന്നുന്നു. വിക്രം തന്നിഷ്ടപ്രകാരം ഓരോന്ന് കാണിക്കുമ്പോ മറ്റുള്ളവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓർക്കാത്ത എന്താ? സോറി. സാരമില്ല, സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇനി അതോർത്ത് വിഷമിക്കണ്ട. ഉറങ്ങിക്കും. കംഫർട്ടബിൾ അല്ലേ? ഉറങ്ങിക്കോൾ. ഗുഡ് നൈറ്റ്. ഇവിടുത്തെ താമസം തനിക്ക് റിസ്ക് ആവുന്നു. അധികകാലം ഇങ്ങനെ കഴിയില്ല. വിക്രം പുറത്തു വരികയും അന്തസ്സായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിനു മുൻപ് സാബുവിനെയും അതുപോലെയുള്ള മറ്റു ചിലരെയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ലെന്ന് മാത്രം. അപ്പൊ അവൻ എവിടെ ഉണ്ടെന്നും എന്തൊക്കെ ചെയ്യുമെന്നും നിനക്കറിയാം അല്ലെ? തിരിച്ചടികൾ എങ്ങനെയൊക്കെ വേണമെന്ന് ഇനി ഒരുമിച്ചാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോകുന്നത്.